ഹായ് ഡിയർ ചിൽഡ്രൻ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണെന്ന് പഠിച്ചു. 2-3 ക്ലാസ്സുകളിലൂടെയാണ് നമ്മളത് പഠിച്ചത്. എങ്കിലും എല്ലാവർക്കും അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ ക്ലാസ്സുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമർ പോർഷനാണ് ഇഫ് ക്ലോസ് എന്നത്. പ്രധാനപ്പെട്ടതാണെങ്കിൽ കൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് മുഴുവൻ സ്കോറും അതിന് നേടാവുന്നതാണ്. അത്രയും എളുപ്പമുള്ള ഒരു ഗ്രാമർ പോർഷനാണ് ഇഫ് ക്ലോസ് എന്നത്. എന്താണ് ഇഫ് ക്ലോസ്? ആക്ച്വലി ഇഫ് ക്ലോസ് എന്നതല്ല നമ്മൾ പഠിക്കുന്നത്, പകരം ഇഫ് ക്ലോസ് ഉള്ള ഒരു സെൻറ്റൻസ് ആണ് പഠിക്കുന്നത്. ഇഫ് ക്ലോസ് ഉള്ള ഒരു സെൻറ്റൻസ് എങ്ങനെ എഴുതാം, അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇഫ് ക്ലോസ്? ഇഫ് ക്ലോസ് അഥവാ കണ്ടീഷണൽ ക്ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ക്ലോസിൽ ഒരു ഇഫ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നാണ്. ക്ലോസ് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അത് നമുക്ക് വേറൊരു ക്ലാസ്സിലാവാം. ഇപ്പോൾ നമുക്ക് ഇഫ് ക്ലോസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇഫ് ക്ലോസ് ഉള്ള സെൻറ്റൻസിന് 2 പാർട്ടുകളാണുള്ളത്. ഒന്ന് ഇഫ് ക്ലോസ്, രണ്ടാമത്തേത് മെയിൻ ക്ലോസ്. ഇഫ് ക്ലോസും മെയിൻ ക്ലോസും ചേർന്നതാണ് ഈ കണ്ടീഷണൽ ക്ലോസ് ഉള്ള സെൻറ്റൻസ്. നമ്മൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി ഇഫ് ക്ലോസ് പഠിക്കുക എന്ന് പറയുന്നു മാത്രം. ഇഫ് ക്ലോസ് ഉള്ള ഒരു സെൻറ്റൻസ്, അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇഫ് ക്ലോസ് ആണോ മെയിൻ ക്ലോസ് ആണോ ആദ്യം വെക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് ഏത് വേണമെങ്കിൽ ആദ്യം വയ്ക്കാം. ഇഫ് ക്ലോസിൽ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്താലും മെയിൻ ക്ലോസിൽ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്താലും അതിന് അത്ര അർത്ഥവ്യത്യാസം വരില്ല. നമ്മൾ സിറ്റുവേഷന് അപ്രോപ്രിയേറ്റ് ആവുന്ന രീതിയിൽ ആ സെൻറ്റൻസ് ഉപയോഗിക്കുന്നു മാത്രം. ആ ക്ലോസസ് ആദ്യം ഏത് തുടങ്ങണമെന്ന് തീരുമാനിക്കും എന്ന് മാത്രം. ഇനി ഈ കണ്ടീഷണൽ ക്ലോസസ് അഥവാ ഇഫ് ക്ലോസ് ഉള്ള സെൻറ്റൻസസ് 3 തരമുണ്ട്, അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് 3 തരമുണ്ട്. ദർ ആർ 3 ടൈപ്സ് ഓഫ് കണ്ടീഷണൽ ക്ലോസസ്. ഏതൊക്കെയാണ് ഈ 3 ടൈപ്സ് കണ്ടീഷണൽ ക്ലോസ് എന്നാണ് ഇനി അറിയേണ്ടത്. എന്താണ് ഈ കണ്ടീഷൻ എന്ന് പറയുന്നത്? നമ്മളൊരു കാര്യം ചെയ്യുന്നതിനായിട്ട് ഒരു കണ്ടീഷൻ വെക്കുകയാണ്. നീ നന്നായി പഠിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് പാസ്സാവും കേട്ടോ. ഇപ്പം പരീക്ഷയ്ക്ക് പാസ്സാവാനുള്ള കണ്ടീഷൻ എന്താണ്? നന്നായി പഠിക്കണം, അല്ലേ? നന്നായി പഠിക്കുകയാണെങ്കിൽ, ആ ആണെങ്കിലിനാണ് നമ്മൾ ഇഫ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. നന്നായി പഠിക്കുകയാണെങ്കിൽ എക്സാമിന് പാസ്സാവും. നീ അവിടേക്ക് പോവുകയാണെങ്കിൽ അയാളെ കണ്ടേക്കും. നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാമായിരുന്നു. അങ്ങനെ പലതരത്തിൽ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഈ കണ്ടീഷൻ വെക്കേണ്ടി വരും. ഈ കണ്ടീഷൻ 3 തരത്തിലാണ്. ഒന്ന് ഓപ്പൺ കണ്ടീഷൻ, അതാണ് ഫസ്റ്റ് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത് ഓപ്പൺ കണ്ടീഷനാണ്. ഈ ഓപ്പൺ കണ്ടീഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം ഒരു എക്സാമ്പിളിലൂടെ ഈ കണ്ടീഷണൽ ക്ലോസ് പഠിക്കാം. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. നീ നന്നായി കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ നീ വിജയിക്കും. ഇതിൽ ഓപ്പൺ കണ്ടീഷൻ എന്നാണ് പറയുക. എന്താണ് ഈ ഓപ്പൺ കണ്ടീഷൻ? നിനക്ക് ഇനിയും സമയമുണ്ട്. ഇപ്പോൾ മുതൽ നീ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ മതി. നിനക്ക് വിജയിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. ഇപ്പോൾ നീ വർക്ക് ചെയ്ത് തുടങ്ങിയാൽ ഫ്യൂച്ചറിൽ നിനക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഓപ്പൺ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ആ കണ്ടീഷണൽ ക്ലോസ് എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. ഈ സെൻറ്റൻസ് നമ്മൾ വെച്ചു, ഇഫ് യു വർക്ക് ഹാർഡ്. അതാണ് ഇഫ് ക്ലോസ്. ഇഫ് ഉള്ള ക്ലോസ് ആണ് ഇഫ് ക്ലോസ്. ഇഫ് യു വർക്ക് ഹാർഡ്. ആ ഇഫ് ക്ലോസിൽ നമ്മൾ എന്തൊക്കെ എഴുതി? ആദ്യം തന്നെ ഇഫ് എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ഉപയോഗിച്ചു. ഇഫിന് ശേഷം നമ്മൾ സബ്ജക്റ്റ് എഴുതി. ഇവിടെ സബ്ജക്റ്റ് യു. പിന്നെ നമ്മൾ എഴുതുന്നത് വേർബാണ്. ഇവിടെ വേർബ് എന്താണ്? വർക്ക്. വർക്ക് എന്നുള്ളത് വേർബിൻ്റെ ബേസ് ഫോം, അതല്ലെങ്കിൽ പ്രസൻറ്റ് ഫോമാണ്. V1 എന്ന് നമ്മൾ പറയുന്നത്. ആ വേർബ് എഴുതി. അതിനുശേഷം പിന്നെ എന്താണ്? ഇവിടെ ആഡ്വേർബ് ആണ് ഹാർഡ് എന്നുള്ളത്. അതിന് പകരം വേറെ എന്ത്
എന്തെങ്കിലുമൊക്കെ ആ സെൻറ്റൻസിന് ബാക്കിയുള്ളതുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ആഡ്വർബ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ആദ്യം ഇഫ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വേർബിൻ്റെ പ്രസൻറ്റ് ഫോം, ദാറ്റ് ഈസ് V1. ഇതാണ് ഇഫ് ക്ലോസ്. ഇങ്ങനെ ഇഫ് ക്ലോസിൽ എങ്ങനെ കണ്ടാൽ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 കണ്ടാൽ നമ്മൾ മെയിൻ ക്ലോസിൽ എങ്ങനെ വെക്കണം? ആദ്യം സബ്ജക്റ്റ്, ഇവിടെ സബ്ജക്റ്റ് യു. പിന്നെ നമ്മൾ വെക്കുന്നത് മോഡൽ ഓക്സിലിയറി ആണ്. മോഡൽ ഓക്സിലിയറി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ പഠിച്ചു. എന്താണ്? വിൽ, ക്യാൻ, മേ, മൈറ്റ്, കുഡ്, ഷാൽ, ഷുഡ്, വുഡ്, അങ്ങനെ പോവും ഒരു നിര മോഡൽ ഓക്സിലിയറീസ്. ആ മോഡൽ ഓക്സിലിയറീസിൻ്റെ പ്രസൻറ്റ് ഫോമാണ് സബ്ജക്റ്റിന് ശേഷം വയ്ക്കുക. അത് സിറ്റുവേഷൻ അനുസരിച്ച് വിൽ വേണോ, ഷാൽ വേണോ, മേ വേണോന്ന് ആ ഏത് സെൻറ്റൻസ് ആണ് നമ്മൾ പറയണേ അവിടേക്ക് ആവശ്യമായിട്ടുള്ള മോഡൽ ഓക്സിലിയറി വെക്കും. മോഡൽ ഓക്സിലിയറീസ് ഏത് വില്ല് എവിടെ വെക്കണം, ഷാൽ എവിടെ വെക്കണം എന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ആ കാര്യങ്ങൾ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പോകണില്ല. അത് പോയി ആകെ കൺഫ്യൂസിങ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ മെയിൻ ക്ലോസിൽ നമ്മൾ ആദ്യം സബ്ജക്റ്റ് എഴുതി, പിന്നെ നമ്മൾ മോഡൽ ഓക്സിലിയറിയുടെ പ്രസൻറ്റ് ഫോം വിൽ, ക്യാൻ, മേ, ഷാൽ അങ്ങനെയുള്ള പ്രസൻറ്റ് ഫോം വയ്ക്കും. ഇവിടെ ഇപ്പോൾ ഏതാണ് നമ്മൾ ഉപയോഗിച്ചത്? വില്ലാണ്. യു വിൽ. അതിനുശേഷം വീണ്ടും വേർബിൻ്റെ ബേസ് ഫോം, ഇവിടെ സക്സീഡ് V1. അപ്പോൾ ആ മെയിൻ ക്ലോസിൻ്റെ സ്ട്രക്ചർ എങ്ങനെ? യു വിൽ സക്സീഡ്, സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് ഫോം ഓഫ് ദി മോഡൽ ഓക്സിലിയറി പ്ലസ് V1. ഇതാണ് ഫസ്റ്റ് കണ്ടീഷണൽ ക്ലോസിൻ്റെ സ്ട്രക്ചർ. എന്ത്? ഇഫ് ക്ലോസിൽ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 വരികയാണെങ്കിൽ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് ഫോം ഓഫ് ദി മോഡൽ ഓക്സിലിയറി പ്ലസ് V1. If you work, you will succeed. If you go there, you may meet him. If you approach him, he can help you. എക്സാമ്പിൾസിലൂടെ നിങ്ങൾക്ക് സ്ട്രക്ചർ ക്ലിയർ ആയല്ലോ. വളരെ സിമ്പിളാണ് അല്ലേ? ഇഫ് ക്ലോസിൽ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1. മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ ഓർ മേ ഓർ ക്യാൻ എന്ന് വെച്ചാൽ എന്താണ്? മോഡൽ ഓക്സിലിയറിയുടെ പ്രസൻറ്റ് ഫോം പ്ലസ് V1. ഇതെന്ത് കാണിക്കാനാണ്? ഓപ്പൺ കണ്ടീഷൻ എന്ന് വെച്ചാൽ നിനക്ക് ഇപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിനക്കത് റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ദർ ഇസ് എ പോസിബിലിറ്റി ടു ഗെറ്റ് ദ റിസൾട്ട് ഇഫ് യു ഡു സംതിങ് നൗ. ഇനി സെക്കൻഡ് കണ്ടീഷനാണ്. സെക്കൻഡ് കണ്ടീഷണൽ ക്ലോസിൽ എങ്ങനെയാണ്? അവിടെ പ്രത്യേകത എന്താണെങ്കിൽ ആദ്യത്തെ പോലെ നമുക്ക് റിസൾട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി കുറവാണ്. കാരണം ഈ കണ്ടീഷനും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നതല്ല. നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ആ പറയുന്ന ആളുകൾക്ക് അത് സാധിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ കണ്ടീഷൻ പറയുന്നത്. നമ്മൾ നേരത്തെ എടുത്ത അതേ എക്സാമ്പിൾ എടുത്ത് നോക്കാം. എന്നിട്ടത് സെക്കൻഡ് കണ്ടീഷനിലാക്കുമ്പോൾ എന്ത് മാറ്റം വരണമെന്ന് ശ്രദ്ധിക്കുക. സെക്കൻഡ് കണ്ടീഷനിൽ നമ്മൾ ഇഫിന് ഇഫ് വെച്ചു, ഇഫ് ക്ലോസിൽ ഇഫ് വെച്ചു, സബ്ജക്റ്റ് വെച്ചു. ഇനി അപ്പുറത്ത് സബ്ജക്റ്റിന് ശേഷം V1 വെക്കേണ്ടടുത്ത് V2 ആണ് വെക്കുക. ഇഫ് യു വർക്ക്ഡ് ഹാർഡ്. അപ്പോൾ മെയിൻ ക്ലോസിൽ മാറ്റം വരും. സബ്ജക്റ്റ് ആദ്യം യു, പിന്നെ മോഡൽ ഓക്സിലിയറിയുടെ പാസ്റ്റ് ഫോം വെക്കും യു വുഡ്, പിന്നെ V1 തന്നെ യു വുഡ് സക്സീഡ്. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്, റിപ്പോർട്ടഡ് സ്പീച്ചിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ വിൽ മീറ്റ്, വിൽ കം എന്നൊക്കെ പറയുന്നതിൻ്റെ പാസ്റ്റ് ഫോം വരുമ്പോൾ മോഡൽ ഓക്സിലിയറിയിൽ മാത്രമേ പാസ്റ്റ് ആവുള്ളൂ, വേർബ് അതേപോലെ തന്നെ നിലനിൽക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻ ഇവിടെ ആപ്ലിക്കബിൾ ആണ്. യു വുഡ് സക്സീഡ്. അപ്പോൾ അതാണ് സെക്കൻഡ് കണ്ടീഷൻ. എന്താ? ഇഫ് യു വർക്ക്ഡ് ഹാർഡ്, നീ ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നീ വിജയിച്ചേനെ. ഇതിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ ആ പറയുന്ന ആൾ ആ സന്ദർഭത്തിൽ അവിടെ ആ ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു പോസിബിലിറ്റിയും ഇല്ല. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അയാൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സക്സീഡ് ആവുന്ന വിഷയം അവിടെ ഉദിക്കുന്നില്ല. അങ്ങനെ സാധിക്കാത്ത അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കണ്ടീഷൻ പറയുമ്പോഴാണ് എന്തുപയോഗിക്കുക? ഈ സെക്കൻഡ് കണ്ടീഷണൽ ക്ലോസ് ഉപയോഗിക്കുക.
അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇഫ് വെച്ചു, സബ്ജക്റ്റ് വെച്ചു, അതിനുശേഷം V2. ഫസ്റ്റ് കണ്ടീഷനിൽ V1 വെച്ചെടുത്ത് സെക്കൻഡ് കണ്ടീഷണൽ ക്ലോസിൽ നമ്മൾ V2 വെച്ചു. മെയിൻ ക്ലോസിൽ എന്ത് മാറ്റമുണ്ടായി? സബ്ജക്റ്റ് കഴിഞ്ഞാൽ മോഡൽ ഓക്സിലിയറിയുടെ പാസ്റ്റ് ഫോമാണ് വെക്കുന്നത്. അത് മാത്രമേ ഒരു മാറ്റമുള്ളൂ. അത് കഴിഞ്ഞാൽ V1 തന്നെ എടുത്തു വെക്കുന്നു. V1ന് മാറ്റമില്ല. ഇതാണ് സെക്കൻഡ് കണ്ടീഷണൽ ക്ലോസ്. കുറച്ചപ്പോൾ എക്സാമ്പിൾ കാണാം. നേരത്തെ ചെയ്തതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് കാണാം. അപ്പം നമുക്ക് ഈ എക്സാമ്പിൾ കാണുമ്പോൾ ഒരു തോന്നലുണ്ട്, എന്താ അയാൾക്ക് വർക്ക് ചെയ്തുകൂടെ, അയാൾക്ക് അവിടെ പോയിക്കൂടെ, അവൾക്ക് അയാളെ അപ്രോച്ച് ചെയ്തുകൂടെ എന്നൊക്കെ തോന്നും. പക്ഷെ അത് നമ്മളൊരു സെൻറ്റൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ പറയുന്ന സിറ്റുവേഷനിൽ അയാൾക്ക് അത് സാധിക്കാതിരിക്കാനുള്ള എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ ഈ സെക്കൻഡ് കണ്ടീഷണൽ ക്ലോസ് ഉപയോഗിക്കുന്നുള്ളൂ. ഇഫ് ഐ ന്യൂ ഹിസ് നെയിം ഐ വുഡ് ടെൽ ഇറ്റ് ടു യു. എനിക്ക് അയാളുടെ പേര് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞേനെ. എനിക്ക് പേര് അറിയില്ല, അപ്പോൾ പറയാനൊരു സാധ്യതയും ഇല്ല. മനസ്സിലായോ? അതാണ് ആ സിറ്റുവേഷൻ്റെ പ്രത്യേകത. ഇനി തേർഡ് കണ്ടീഷണൽ ക്ലോസ്. തേർഡ് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുമ്പോൾ അതിന് വേറെ തരാം. സെക്കൻഡ് കണ്ടീഷൻ മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് സെക്കൻഡ് കണ്ടീഷണൽ ക്ലോസ് പറയുന്ന അതേ എഫക്റ്റ് തോന്നും. പക്ഷെ അതിൻ്റെ സിറ്റുവേഷന് ഡിഫറൻസ് ഉണ്ട്. തേർഡ് കണ്ടീഷണൽ ക്ലോസ് ഇങ്ങനെ തന്നെയാണ്. എന്ത്? നീ വർക്ക് ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ജയിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ സെക്കൻഡ് കണ്ടീഷണൽ ക്ലോസിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നിനക്ക് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, നിനക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, നിനക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. നീ അത് ചെയ്തിരുന്നെങ്കിൽ നീ വിജയിച്ചേനെ. അതാണ് തേർഡ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷനും തേർഡ് കണ്ടീഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? രണ്ടാമത്തെ കണ്ടീഷനിൽ വർക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല, അവനതിനുള്ള കഴിവില്ല, അതുകൊണ്ട് തന്നെ വിജയിക്കാനുള്ള കഴിവില്ല. തേർഡ് കണ്ടീഷനിൽ അവനതിന് കഴിവുണ്ട്, സാധ്യതയുണ്ട്, ഓപ്ഷനുണ്ട്, പക്ഷെ അവനത് ഉപയോഗിച്ചില്ല, കഴിഞ്ഞുപോയി, അവസരം കടന്നുപോയി, അതുകൊണ്ട് അവൻ ജയിച്ചില്ല. അതെങ്ങനെ എഴുതും നോക്കാം. ഇഫ് ക്ലോസിൽ നമ്മൾ പതിവ് പോലെ ഇഫ് എന്ന് എഴുതി, സബ്ജക്റ്റിന് യു ആണെങ്കിൽ യു എഴുതി, ഹി ആണെങ്കിൽ ഹി എഴുതി. അതിനുശേഷം പിന്നെ എഴുതുന്നത് V1നും V2നും പകരം ഇവിടെ വെക്കുന്നത് ഹാഡ് പ്ലസ് V3 എന്ന് വെച്ചാൽ എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഓഫ് ദി വെർബ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെയാണ് നമ്മൾ ഹാഡ് പ്ലസ് V3 എന്ന് പറയാം. ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്, അതാണ് ഹാഡ് പ്ലസ് V3, വെർബിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോം. അപ്പോൾ ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ്, മെയിൻ ക്ലോസിൽ എന്താവും? സബ്ജക്റ്റ് യു വെച്ചു, പിന്നെ വെക്കുന്നത് മോഡൽ ഓക്സിലിയറിയുടെ പാസ്റ്റ് ഫോം തന്നെ വുഡ്. അതിൻ്റെ കൂടെ പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ആഡ് ചെയ്യും, ഹാവ്. വുഡ് പ്ലസ് ഹാവ് പ്ലസ് പിന്നെ വെക്കുന്നത് വേർബിൻ്റെ V1 അല്ല. ഇതുവരെ നമ്മൾ രണ്ട് കണ്ടീഷനിലും നമ്മൾ V1 ആണ് വെച്ചത്. പക്ഷേ ഈ തേർഡ് കണ്ടീഷണൽ ക്ലോസിൽ നമ്മൾ V3 വെക്കും. വുഡ് ഹാവ് സക്സീഡഡ്. സക്സീഡ് എന്നുള്ളതിൻ്റെ V3 സക്സീഡഡ്. വുഡ് ഹാവ് സക്സീഡഡ്. ഇതാണ് തേർഡ് കണ്ടീഷണൽ ക്ലോസ്. എന്താണ്? ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് യു വുഡ് ഹാവ് സക്സീഡഡ്. നീ ആ പരീക്ഷയുടെ സമയത്ത് നന്നായി വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ വിജയിച്ചേനെ. അതാണ് ഇതിൻ്റെ അർത്ഥം. നീ വർക്ക് ചെയ്തില്ല, വിജയിച്ചില്ല, അവസരം കടന്നുപോയി. അപ്പം നമുക്കിനി അത് ഫുൾഫിൽ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയി. കുറച്ച് എക്സാമ്പിൾസ് കാണാം. ഒരുപാട് എക്സാമ്പിൾസ് ഒന്നും ഇത് കാണേണ്ട കാര്യമില്ല, അത്രയും സിമ്പിളാണ്. ആദ്യത്തെ കണ്ടീഷനിൽ നമുക്ക് അവസരമുണ്ട്, ഇപ്പോൾ വർക്ക് ചെയ്യാം, നിനക്ക് റിസൾട്ട് കിട്ടും. മൂന്നാമത്തേൽ അവസരം ഉണ്ടായിരുന്നു, നീ ഉപയോഗിച്ചില്ല, അതുകൊണ്ട് നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ സെക്കൻഡ് കണ്ടീഷനിൽ എന്താണ്? നിനക്ക് അവസരം ഇല്ല, ഇല്ലാത്തൊരു കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ നിനക്ക് എന്തുകൊണ്ടും ആ അവസരം ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് നിനക്ക് കിട്ടില്ല. അങ്ങനെ 3 ടൈപ്സ് ഓഫ് കണ്ടീഷണൽ ക്ലോസസ്. വളരെ എളുപ്പമാണ് അല്ലേ?
അത് പഠിച്ചു കഴിയുകയാണെങ്കിൽ നമുക്ക് ഇഫ് ക്ലോസ് എന്ന് പറയുന്ന സംഭവം ഒരു കീറാമുട്ടിയേ അല്ല, ഒട്ടും ടഫായിട്ടുള്ള സംഭവമല്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ഫുൾ മാർക്ക് വാങ്ങാം. അപ്പോൾ ചിലപ്പോഴൊക്കെ എക്സാമിന് ഏതെങ്കിലും ഒരു ഇഫ് ക്ലോസിൻ്റെ ഭാഗം തരും, എന്നിട്ട് മെയിൻ ക്ലോസ് നമ്മളോട് എഴുതാൻ പറയും. അല്ലെങ്കിൽ മെയിൻ ക്ലോസ് തരും, എന്നിട്ട് ഇഫ് ക്ലോസ് എഴുതാൻ പറയും. അതല്ലെങ്കിൽ സെൻറ്റൻസ് മുഴുവൻ തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു വേർബ് ഫോം മാത്രം നമുക്ക് ബ്ലാങ്ക് ആയിട്ടിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക് എന്ന് പറഞ്ഞ ചോദ്യം തരും. എന്തായാലും ഈ കണ്ടീഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ സിറ്റുവേഷൻ തന്നിട്ട് ഒരു ഇഫ് ക്ലോസിൽ വെച്ചിട്ടുള്ള സെൻറ്റൻസ് എഴുതാൻ പറഞ്ഞാലും നമുക്ക് അറിയാം അല്ലേ, ഇത് പോസിബിൾ ആണോ, ഇപ്പോൾ പോസിബിൾ ആണോ, കഴിഞ്ഞു പോയ അവസരമാണോ, നടക്കാൻ പറ്റാത്തതാണോ, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇഫ് ക്ലോസിൻ്റെ സെൻറ്റൻസ് വെക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ടേബിളിലായിട്ട് ഒന്നും കൂടെ കാണാം, എന്നിട്ടത് മനസ്സിരുത്തി വായിക്കുക, പഠിക്കുക. ഇഫ് ക്ലോസിന് ഫുൾ സ്കോർ. അപ്പോൾ ഇന്നത്തേക്ക് ഇഫ് ക്ലോസ് മാത്രം മതി. വളരെ ചെറിയൊരു ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. അത് കോൺസെൻട്രേറ്റ് ചെയ്ത് നോട്ടിൽ എഴുതി പഠിച്ച് വൃത്തിയായിട്ട് വരും. ഓക്കെ, താങ്ക് യു.